ഇന്ന് നമ്മൾ പോകുന്നത് കൊച്ചി മാരിയറ്റിലേക്കാണ്. നമ്മുടെ വെക്കേഷൻ്റെ ഭാഗമായിട്ട് ഒരു മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ സ്റ്റേക്കേഷനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാവുന്ന ഒന്നാണ് ഈ മെമ്പർഷിപ്പ് പ്രോഗ്രാം. ഈ മെമ്പർഷിപ്പിൽ നമുക്ക് മെയിനായിട്ട് കിട്ടുന്നത് 2 സ്റ്റേയും 2 ബൊഫേ വൗച്ചറുമാണ്. ഈ 2 സ്റ്റേയും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെപ്പറേറ്റഡ് ആയിട്ടോ ഒരുമിച്ചോ നമുക്ക് യൂസ് ചെയ്യാം. ഒരു ബൊഫേ വൗച്ചറിൽ 2 ആൾക്കാണ് ഡൈനിങ് ചെയ്യാൻ പറ്റുന്നത്. അത് ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ നമുക്ക് ടേക്ക് അവേ ആയിട്ട് 2 ചോക്ലേറ്റ് കേക്കും പിന്നെ ഒരു ബോട്ടിൽ വൈനും ഇവർ കോംപ്ലിമെൻ്ററി ആയിട്ട് ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ സ്റ്റേക്കേഷന് മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അതിൻ്റെ ചെറിയൊരു സെലിബ്രേഷനും കൂടി ഈ സ്റ്റേക്കേഷനിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഹോട്ടലിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത്. നമ്മുടെ കാറെല്ലാം പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഹോട്ടലിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് വളരെ വിശാലമായിട്ടുള്ളൊരു ലോബി ഏരിയയും ഒരു റിസപ്ഷൻ ഏരിയയാണ്. നമ്മൾ നേരെ ചെന്ന് റിസപ്ഷനിൽ ചെക്ക് ഇൻ ചെയ്തു. കുറച്ച് നേരം ആ ലോബിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് നമ്മൾ നേരെ റൂമിലോട്ട് പോയി. നമുക്ക് റൂം കിട്ടിയത് 20th ഫ്ലോറായിരുന്നു. നമ്മൾ നേരെ ലിഫ്റ്റിൽ കയറി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ച അടിപൊളിയായിരുന്നു. അത്രയും ഉയരത്തിൽ ആ കൊച്ചി നഗരം മൊത്തം കാണാമായിരുന്നു. കുറച്ച് നേരം പുറത്ത് ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ നേരെ റൂമിലോട്ട് കയറി. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു അടിപൊളി റൂമായിരുന്നു. ഈ പാക്കേജിൽ നമുക്ക് കിട്ടുന്നത് ബേസ് കാറ്റഗറി റൂമാണെങ്കിലും ഈ റൂം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല അടിപൊളി റൂമാണെന്ന്. ഒരു സ്റ്റാർ ഹോട്ടലിൽ ഉണ്ടാകുന്ന എല്ലാ ഫെസിലിറ്റീസും നമുക്ക് റൂമിൽ അവൈലബിൾ ആയിരുന്നു. ഇതാണ് നമ്മുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ. നേരത്തെ കണ്ട വ്യൂവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരടിപൊളി വ്യൂ തന്നെയായിരുന്നു ഇത്. ടോയ്ലറ്റിൻ്റെ ഒക്കെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനെക്കുറിച്ചൊന്നും ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യം പോലുമില്ല. അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. കുറച്ച് ടൈം റൂമിലിരുന്നതിന് ശേഷം നമ്മൾ പോയത് ജിമ്മിലേക്കാണ്. എല്ലാ തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സും അവിടെ അവൈലബിൾ ആണ്. ജിമ്മിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് ഇവരുടെ പൂളും വരുന്നത്. ജിമ്മിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ പൂളിൻ്റെ ഭാഗത്തോട്ട് പോയി. വളരെ ലെങ്തി ആയിട്ടുള്ളൊരു പൂളാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. കുറച്ച് നേരം പൂളിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങളും നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങി. കുറച്ച് ടൈം പൂളിൽ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ നേരെ തിരിച്ച് റൂമിലോട്ട് പോയി. ആനിവേഴ്സറി പ്ലാൻ ചെയ്ത് വന്നിരുന്നുകൊണ്ട് നമുക്ക് റൂമിൽ കുറച്ച് ഡെക്കറേറ്റീവ് പരിപാടികളുണ്ടായിരുന്നു. നമ്മൾ ആദ്യം ആ വിൻഡോയിലാണ് ആനിവേഴ്സറിന്ന് ചെയ്തിരുന്നത്.
ബട്ട് അത് കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു വരാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പ്ലാൻ മാറ്റി. പക്ഷേ ആ വിൻഡോയിൽ ചെയ്തിരുന്ന് അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു വീഡിയോ എടുക്കാൻ പറ്റി. ആദ്യം സെറ്റ് ചെയ്ത ആനിവേഴ്സറി ഒക്കെ പാളിപ്പോയി. അതെല്ലാം കൂടി പറക്കി കൂട്ടി ബെഡിൽ നമ്മൾ സെറ്റ് ചെയ്തു. പക്ഷേ അത് അടിപൊളിയായിരുന്നു. എല്ലാം തീർത്ത് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. മെമ്പർഷിപ്പിൽ നമുക്കൊരു വൈൻ അവൈലബിൾ ആയിരുന്നു. ആനിവേഴ്സറി മൂടൊക്കെ ആയതുകൊണ്ട് നമ്മൾ ആ വൈൻ എടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ തന്നെ ഒരു ബാറിലോട്ട് വന്നു. അങ്ങനെ ഒരു ബോട്ടിൽ വൈനൊക്കെ അവർ സെർവ് ചെയ്തു. അത് നമ്മൾ കഴിച്ച് നല്ല ചില്ലായി. എന്നിട്ട് നേരെ പോയത് റെസ്റ്റോറൻറ്റിലേക്കാണ്. അവരുടെ കേരള കിച്ചൺ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് നമുക്ക് ബൊഫേ ഉള്ളത്. ഒരുപാട് വെറൈറ്റി ഫുഡ് നമുക്ക് അവിടെ അവൈലബിൾ ആയിരുന്നു. എല്ലാം അത്യാവശ്യം ടേസ്റ്റുള്ള ഫുഡുമായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പതിയെ റൂമിലോട്ട് വന്നു. എന്നിട്ട് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് റെഡിയാക്കി കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ആനിവേഴ്സറി അടിപൊളിയായിട്ട് ആഘോഷിച്ചു.